എല്ലാവർക്കും നമസ്കാരം. തകരുന്ന സ്റ്റോക്കുകൾ, പൊലിയുന്ന പ്രതീക്ഷകൾ എന്ന ഒരു പുതിയ സീരീസിന് തുടക്കമാവുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ സീരീസിൽ ഏറ്റവും മികച്ച കമ്പനികളെന്ന് കരുതപ്പെട്ടിരുന്ന എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തകർച്ച നേരിടുന്നതുമായ കമ്പനികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പല നിക്ഷേപകരും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് ഓരോ സ്റ്റോക്കും നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ പല സ്റ്റോക്കുകളും പ്രതീക്ഷകൾക്ക് വിപരീതമായി വൻ തിരിച്ചടികളാണ് നിക്ഷേപകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം ഈ കമ്പനികൾ നേരിടുന്ന പ്രതിസന്ധികൾ തന്നെയാണ്. അതിനാൽ തന്നെ ഈ കമ്പനികൾ നിക്ഷേപിക്കാൻ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിർബന്ധമായും അവയുടെ ദോഷവശങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യങ്ങളിൽ നന്നായി പഠിച്ച് ഗൃഹപാഠം ചെയ്തതിന് ശേഷം തീരുമാനമെടുക്കുന്നത് നന്നായിരിക്കും. ഈ പുതിയ പരമ്പരയിലൂടെ ഇത്തരം വൻ തിരിച്ചടികൾ നേരിട്ട സ്റ്റോക്കുകളിൽ ഓരോന്ന് വീതം ഉൾപ്പെടുത്തി ചെറിയ വീഡിയോകളായാണ് ഈ സീരീസിൽ വരിക. ഓരോ സ്റ്റോക്കുകളും തകരാനുണ്ടായ കാരണവും മുന്നോട്ട് എങ്ങനെയാവും എന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോകളിൽ ഉണ്ടാകും. അതിനാൽ തന്നെ ഈ സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളവരും അഥവാ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരും ഓരോ വീഡിയോകളും പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആദ്യത്തെ സ്റ്റോക്ക് വേൾപൂൾ ഓഫ് ഇന്ത്യയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി കനത്ത നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓഹരി അതിന്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 2450 രൂപയ്ക്ക് അടുത്തു നിന്നും ഏകദേശം 900 രൂപ വരെ തകർന്നിരുന്നു. ഈ സ്റ്റോക്കിൽ ഉയർന്ന വിലകളിൽ നിക്ഷേപിച്ചവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ പതനം. ഈ തകർച്ചയ്ക്കുണ്ടായ പ്രധാന കാരണങ്ങൾ നോക്കാം. ഈ കാര്യങ്ങൾ വിശദമായി പഠിച്ച ശേഷം മാത്രം വീണ്ടും നിക്ഷേപിക്കണോ അല്ലെങ്കിൽ നഷ്ടത്തിലുള്ളവർ സ്റ്റോക്കിൽ ആവറേജ് ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതാവും ഉചിതം. വേൾപൂൾ കോർപ്പറേഷന്റെ ഉപസ്ഥാപനമാണ് വേൾപൂൾ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ ഗൃഹോപകരണങ്ങളുടെ ഒരു മുൻനിര നിർമ്മാതാവും വിപണനക്കാരുമാണ് വേൾപൂൾ. റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, എയർ കണ്ടീഷണറുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങളിലൂടെ ഇന്ത്യൻ ഗൃഹോപകരണ വിപണിയിൽ വേൾപൂൾ വിശ്വസനീയമായ പേരായി കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടരുന്നു. എന്നാൽ ഈ കമ്പനി നിലവിൽ ചില പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഇതിന്റെ ഓഹരി വിലകളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ മനസ്സിലാകും. കമ്പനിയുടെ വരുമാനത്തിന്റെ 59% റെഫ്രിജറേറ്റർ വിൽപ്പനയിൽ നിന്നും 27% വാഷിംഗ് മെഷീനുകളിൽ നിന്നും 6% എയർ കണ്ടീഷണറുകളിൽ നിന്നും ലഭിക്കുന്നു. വരുമാനത്തിന്റെ 95.8% ആഭ്യന്തര വിപണിയിൽ നിന്നും 4.2% ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമാണ്. എന്നാൽ ശക്തമായ ബ്രാൻഡ് ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ കുറെ വർഷങ്ങളായി വേൾപൂൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല. വിപണിയിലെ കടുത്ത മത്സരം കാരണം അതിന്റെ വിപണി വിഹിതം കുറഞ്ഞു. ഇത് വരുമാന മുരടിപ്പിലേക്കും ലാഭവും മാർജിനുകളും കുറയുന്നതിലേക്കും നയിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ വരുമാനം വെറും 5% CAGR നിരക്കിൽ മാത്രമാണ് വളർന്നത്. അതേസമയം ലാഭം 11.5 കുറയുകയും ചെയ്തു. മാത്രമല്ല, പ്രൊമോട്ടർമാർ തുടർച്ചയായി ഓഹരികൾ വിറ്റഴിക്കുന്നത് ഈ സ്റ്റോക്കിൽ നിക്ഷേപകർക്കുള്ള വിശ്വാസമില്ലായ്മയായി തുടരുന്നു. 2024 സാമ്പത്തിക വർഷം 3ാം പാദത്തിൽ വേൾപൂൾ മൗറീഷ്യസിന് കമ്പനിയിൽ 75% ഓഹരി ഉണ്ടായിരുന്നു. എന്നാൽ ഇതേ സാമ്പത്തിക വർഷം 4ാം പാദത്തിൽ 24% ഓഹരിയും വിറ്റ് അവരുടെ ഓഹരി പങ്കാളിത്തം 51% കുറച്ചു. ഓഹരി വിറ്റഴിക്കൽ തുടരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2025 മധ്യത്തിലോ അവസാനത്തോടെയോ അവരുടെ ഓഹരി 20% കുറയ്ക്കാൻ പ്രൊമോട്ടർമാർ ഉദ്ദേശിക്കുന്നു. ഇതിനർത്ഥം 31% ഓഹരി വിൽപ്പന ഇനിയും ബാക്കിയുണ്ട് എന്നത് ഈ സ്റ്റോക്കിനെ സമ്മർദ്ദത്തിലാക്കുന്നു. തൽഫലമായി വേൾപൂളിന്റെ സ്റ്റോക്ക് വില കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം അതിന്റെ മൂല്യത്തിന്റെ 64% നഷ്ടപ്പെട്ട് 2017 നിലവാരത്തിനടുത്താണ് ഇപ്പോൾ. കൂടാതെ വിപണിയിൽ നിന്നുള്ള ശക്തമായ മത്സരം ഈ കമ്പനിയുടെ ബിസിനസ്സിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയേക്കാം. ഇനി ഈ സ്റ്റോക്കിൽ നിക്ഷേപകർക്ക് മുന്നിലുള്ള പ്രതീക്ഷകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. മുന്നോട്ട് നോക്കുമ്പോൾ റെഫ്രിജറേറ്ററുകളിലും വാഷിംഗ് മെഷീനുകളിലും ശക്തമായ വോളിയം വളർച്ച ഉൾപ്പെടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഉൽപ്പന്ന ഡിമാൻഡ് കമ്പനി കണ്ടു. കൂടാതെ വേൾപൂൾ പ്രീമിയം സെഗ്മെന്റിൽ പുതിയ ഓഫറുകൾ ചേർത്തുകൊണ്ട് ബിസിനസ് വിപുലീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൂടാതെ ടയർ 2, ടയർ 3 നഗരങ്ങളിലെ ആവശ്യകത മുൻനിർത്തി
പുതിയ ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. വരും വർഷങ്ങളിൽ ഈ സംരംഭങ്ങളിൽ നിന്ന് മികച്ച ഫലങ്ങൾ കമ്പനി പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും പ്രൊമോട്ടർമാർ ഓഹരി വിൽപ്പന തുടരുന്നത് സ്റ്റോക്കിന് മുന്നോട്ടു പോകുന്നതിൽ ഒരു വലിയ തടസ്സമായി തുടരുന്നു. വേൾപൂളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങൾ മുന്നിൽ കണ്ടു മാത്രം തീരുമാനമെടുക്കുന്നതാവും ഉചിതം. അടുത്ത വീഡിയോയിൽ തകർന്നുകൊണ്ടിരിക്കുന്നതും എന്നാൽ നിക്ഷേപിക്കും മുൻപ് വീണ്ടും ആലോചിക്കേണ്ടതുമായ മറ്റൊരു ഓഹരിയെ നമുക്ക് പരിചയപ്പെടാം. താങ്ക് യു ഫോർ വാച്ചിങ്.